Hi students. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് എന്താണ് ഇന്റിജേഴ്സ്. പിന്നെ ഇന്റിജേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇന്റിജേഴ്സ് 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റിജേഴ്സ്, അഡീഷനിലും സബ്ട്രാക്ഷനിലും. എങ്ങനെ ഇന്റിജേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ്, അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിൽ പഠിക്കും. Then എങ്ങനെയാണ് ഇന്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഇന്റിജേഴ്സ് ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഓൾറെഡി അറിയാലേ. എന്തായിരുന്നു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1 2 3 എക്സെട്ര നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ ആയിരുന്നു നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. 1 2 3 4 അങ്ങനെ പോകും. Then എന്തായിരുന്നു ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. നാച്ചുറൽ നമ്പേഴ്സിലോട്ട് 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെയായിരുന്നു നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. 0 1 2 3 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എന്തായിരുന്നു ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാല് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ഉണ്ടാകുമ്പോൾ അതിനെയായിരുന്നു നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പൊ 0 1 2 3 4 എക്സെട്ര അതെന്താണ് ഹോൾ നമ്പേഴ്സ് ആണ്. അതിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും. -1 -2 -3 -4 അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, 0യും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റിന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇന്റിജേഴ്സ് ആണ്. എങ്ങനെ ഇന്റിജേഴ്സ് ആഡ് ചെയ്യുക, എങ്ങനെ ഇന്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു അല്ലെ. അപ്പം അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ഒരു ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇന്റിജേഴ്സ്. എങ്ങനെയായിരുന്നു ഇന്റിജേഴ്സ് നമ്മൾ ആഡ് ചെയ്യലും സബ്ട്രാക്ട് ചെയ്യലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാല് -3 -2 -1 0 1 2 3 അങ്ങനെ ഇവിടെയും ഇങ്ങോട്ടും നെഗറ്റീവ് നമ്പേഴ്സ് ഇനിയും കുറെ ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സും കുറെ ഉണ്ട്, 0യും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇന്റിജേഴ്സ് എന്ന് പറയാ. നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, 0യും ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയായിരുന്നു നമ്മൾ ഇന്റിജേഴ്സ് ആഡ് ചെയ്യലും സബ്ട്രാക്ട് ചെയ്യലൊക്കെ. അപ്പൊ -3 + 2 ഇവിടെ എന്താ, -3 ഒരു ഇന്റിജർ ആണ്, 2 ഒരു ഇന്റിജർ ആണ് അല്ലെ. അപ്പൊ -3 + 2 എന്ന് പറഞ്ഞാല് ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ 3യും 2യും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1. ലാർജ് നമ്പറിന്റെ സൈൻ ഏതാ, ഇവിടെ ലാർജ് നമ്പർ ഏതാ, 3. 3ന്റെ സൈൻ ഏതാ, നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ -1. ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യല്. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാ, അപ്പൊ -3 + -2 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ 3യും 2യും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 5 കിട്ടും. എന്നിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പൊ -5 എന്ന് കിട്ടി. അപ്പൊ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, സബ്ട്രാക്ട് ചെയ്യും ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. ദെൻ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിലുള്ള കേസ് നമുക്ക് ഓൾറെഡി അറിയാം, ഒന്നും നോക്കാനില്ല. 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇങ്ങനെയായിരുന്നു അല്ലെ നമ്മൾ ഇന്റിജേഴ്സ് ആഡ് ചെയ്യല് അല്ലെ. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക. അതിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഇനി ഇവിടെ 2 ആണെങ്കിലോ നെഗറ്റീവ്, 3 പോസിറ്റീവ് ആണെങ്കിലോ 3 + -2. അപ്പൊ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്, സബ്ട്രാക്ട് ചെയ്യുക, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും, ലാർജ് നമ്പറിന്റെ സൈന് പോസിറ്റീവ് ആണ്. അപ്പൊ 1 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാ കേസും അഡീഷന്റെ എല്ലാ കേസും നമ്മൾ പറഞ്ഞു. ഇനി സബ്ട്രാക്ഷൻ നോക്കിയാലോ നമുക്ക്. ഇതൊക്കെ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ഇനി സബ്ട്രാക്ഷൻ 3 - 2 എന്താ, രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒന്നില്ല, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു 1. ഇനി -3 - 2 3 നെഗറ്റീവ് ആണ്, മറ്റേതെന്താ 2 എന്താ ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ.
സബ്ട്രാക്ട് ചെയ്യാണ് നമ്മൾ. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? നമ്മൾ -3 മൈനസ് -2 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? -5. ഓക്കെ, -5. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ -3 -2 രണ്ടും നെഗറ്റീവ്, 3യും നെഗറ്റീവ് 2ഉം നെഗറ്റീവ്. അപ്പൊ എന്താ കിട്ടും? -3. ഇത് നമ്മൾ എപ്പോഴും നോക്കുക, രണ്ട് നെഗറ്റീവ് സൈൻ ഇങ്ങനെ വന്നാൽ ഇതിന്റെ മീനിങ് എന്താ? പോസിറ്റീവ് ആണ് കേട്ടോ. ഇതിന്റെ മീനിങ് മൈനസ് ഇൻറ്റു മൈനസ് എന്നാണ്, അത് പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ -3 ഇതെന്തായി? പ്ലസ് ആയി 2. അപ്പൊ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആഡ് ചെയ്യാനായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ -1. അപ്പൊ രണ്ടും പോസിറ്റീവ് ഉള്ള കേസ് പറഞ്ഞു, ഒന്ന് നെഗറ്റീവ് ഉള്ള കേസ് പറഞ്ഞു, രണ്ടും നെഗറ്റീവ് ഉള്ള കേസ് പറഞ്ഞു അല്ലെ. ഇനി 2 ആണെങ്കിലോ നെഗറ്റീവ്, 3 പോസിറ്റീവ് ആണ്, 2 ആണ് നെഗറ്റീവ്. അപ്പൊ എന്ത് വരും? 3 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഇത് കണ്ട ഒന്നും നോക്കണ്ട, അതിന്റെ ഇതെന്താ? പ്ലസ് ആണ്. അപ്പൊ 3 + 2 ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ ഇന്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്യല്. അപ്പൊ ഇന്റിജേഴ്സ് ആഡ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു, ഇന്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന കേസും നമ്മൾ പറഞ്ഞു. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസിലോട്ട് കിടക്കാം. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇന്റിജേഴ്സ്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ അണ്ടർ അഡീഷൻ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ അണ്ടർ അഡീഷൻ. അഡീഷന്റെ ആണ് നമ്മൾ പറയുന്നത്. അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇത് അഡീഷന്റെതാണ്. ക്ലോഷർ അണ്ടർ അഡീഷൻ. എന്താ ക്ലോഷർ അണ്ടർ അഡീഷൻ എന്ന് പറഞ്ഞാല്? സം ഓഫ് 2 ഹോൾ നമ്പേഴ്സ് ഈസ് എഗെയിൻ എ ഹോൾ നമ്പർ. എന്തിന്റെ കേസില്? ഹോൾ നമ്പറിന്റെ കേസില്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0, 1, 2, 3 അങ്ങനെ പോകുന്ന 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ഹോൾ നമ്പർ. അപ്പൊ ഹോൾ നമ്പേഴ്സിന്റെ കേസില് എന്തായിരുന്നു? 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടും. അതായിരുന്നു ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. ബട്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ നോക്കാം. അപ്പൊ 2 ഹോൾ നമ്പർ 2ഉം 3യും ആഡ് ചെയ്തു, നമുക്ക് 5 കിട്ടി. 5 എഗെയിൻ ഒരു ഹോൾ നമ്പർ അല്ലേ കിട്ടി. അപ്പൊ 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി. അതുകൊണ്ടാണ് സം ഓഫ് 2 ഹോൾ നമ്പേഴ്സ് ഈസ് എഗെയിൻ എ ഹോൾ നമ്പർ. ഇവിടെ എക്സാമ്പിൾ 17ഉം 24ഉം 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി? ആൻസർ 41 എന്ന് കിട്ടി. വിച്ച് ഈസ് എഗെയിൻ എ ഹോൾ നമ്പർ. 41ഉം എന്താ? ഹോൾ നമ്പർ ആണ്. അപ്പൊ 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി. വി നോ ദാറ്റ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ക്ലോഷർ പ്രോപ്പർട്ടി ഫോർ അഡീഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി. അതായിരുന്നു ക്ലോഷർ പ്രോപ്പർട്ടി ഫോർ അഡീഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി. ബട്ട് ഇവിടെ നമ്മൾ ഹോൾ നമ്പേഴ്സ് ആണോ പഠിക്കുന്നത്? അല്ല, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ ഇന്റിജേഴ്സിന്റെ ക്ലോഷർ അണ്ടർ അഡീഷൻ എന്താ നമുക്ക് നോക്കാം. ഹോൾ നമ്പേഴ്സിന്റെ പോലെ തന്നെയാണ്. എന്താണ്? നമുക്ക് നോക്കാം. 17ഉം 23യും ആഡ് ചെയ്യപ്പം 40 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി. ബട്ട് ഇത് ഹോൾ നമ്പേഴ്സ് മാത്രമാണോ? ഇത് ഇന്റിജേഴ്സും അല്ലേ. ഇന്റിജേഴ്സിൽ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, 0യും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഹോൾ നമ്പേഴ്സ് ആണെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇത് ഇന്റിജേഴ്സും കൂടെയാണ് അല്ലെ. ഇന്റിജേഴ്സിലും പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവില്ലേ. അപ്പൊ 17, 23 2 ഇന്റിജേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഇന്റിജർ കിട്ടി. സോ റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. ഇനി ഇവിടെ നോക്കാം. -10 + 3 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. ഇവിടെ 10 നെഗറ്റീവും 3 പോസിറ്റീവും ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സബ്ട്രാക്ട് ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. അപ്പൊ 10ന്ന് 3 പോയാൽ എന്താ? 7. ലാർജ് നമ്പറിന്റെ സൈൻ ഏതാ? നെഗറ്റീവ് അല്ലേ. അപ്പൊ -7 കിട്ടി. ക്ലിയർ? അപ്പം ഇതെന്താ? ഒരു ഇന്റിജർ -10 എന്ന് പറഞ്ഞ ഇന്റിജർ 3 എന്ന് പറഞ്ഞ ഇന്റിജറുമായിട്ട് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഇന്റിജർ കിട്ടി. സോ റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. -7ഉം ഒരു ഇന്റിജർ അല്ലേ? യെസ്. അപ്പൊ റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ.
ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കാം. -75 പ്ലസ് 18. ഇവിടെയും ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. അപ്പൊ സബ്ട്രാക്ട് ചെയ്യണം 75ഉം 18ഉം. 75 മൈനസ് 18. അപ്പൊ എന്ത് വരും? ഇവിടെ 7 വരും അല്ലേ? ഇവിടെ എന്ത് വരും? ഇവിടെ 6 ആണ് വരിക. 6 1 പോയാല് 5. 57. 57 അല്ലേ വരിക? 7ഉം 8ഉം ആഡ് ചെയ്യുമ്പോ 15 കിട്ടും. then 1 5 6 7. അപ്പൊ 75. ഓക്കെ, അപ്പൊ 57 ആണ് ആൻസർ വരിക. അപ്പം 57. ബട്ട് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ അല്ലേ? ഇവിടെ ലാർജ് നമ്പർ 75 ആണ്. 75ന്റെ സൈൻ ഏതാ? നെഗറ്റീവ്. അപ്പൊ -57. അപ്പം -75ഉം 18ഉം രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു -57 എന്ന് പറഞ്ഞൊരു ഇന്റിജർ കിട്ടി. അപ്പൊ നമുക്ക് എന്താ പറയാ? റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 19 പ്ലസ് -25. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 19ഉം 25ഉം എന്താണ്? -25ഉം രണ്ട് ഇന്റിജേഴ്സ് നമ്മൾ ആഡ് ചെയ്തപ്പം എന്ത് ചെയ്യാ? സബ്ട്രാക്ട് ചെയ്യുക, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ -6. -6ഉം എന്താ? ഒരു ഇന്റിജർ ആണ്. അപ്പൊ റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. ഓക്കെ, ഈ 27 പ്ലസ് -27 രണ്ടും സെയിം നമ്പർ ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. അപ്പൊ ഇവിടെ 27ഉം 27ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോ എന്താ? 0. അപ്പൊ ഒന്നും നോക്കാനില്ല, സെയിം നമ്പേഴ്സ് ഡിഫറെന്റ് സൈൻസിൽ ആഡ് ചെയ്യാൻ തന്നാല് 0 ആയിരിക്കും. അപ്പൊ -3 പ്ലസ് 3 രണ്ടും സെയിം നമ്പർ ആണ്. ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ 0. ഓക്കെ, അപ്പൊ 0 ഒരു ഇന്റിജർ അല്ലേ? യെസ്, 0യും ഒരു ഇന്റിജർ ആണ്. റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0യും ഒക്കെ ഇന്റിജർ ആണ്. ഓക്കെ, അപ്പൊ റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. ഇനി നോക്കാം, -20 പ്ലസ് 0. ഏതൊരു നമ്പറിലോട്ട് 0 ആഡ് ചെയ്താലും ആ സെയിം നമ്പർ ആണ് കിട്ടുക. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ് അല്ലെ? അപ്പൊ -20 പ്ലസ് 0. -20ലോട്ട് 0 ആഡ് ചെയ്താൽ എന്താ? -20. അപ്പൊ എന്താണ്? റിസൾട്ട് ഈസ് ആൻ ഇന്റിജർ. -20 എന്താ? ഒരു ഇന്റിജർ ആണ്. Then ഇനി നോക്കാം, -35 പ്ലസ് -10 രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആഡ് ചെയ്യാ, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ 35ഉം 10ഉം ആഡ് ചെയ്താൽ എന്താ? 45. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്യാ, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ -45. -45 ഒരു ഇന്റിജർ അല്ലേ? യെസ്, നമുക്കറിയാം ഇന്റിജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, സീറോസും ഉണ്ടായിരിക്കും. അപ്പൊ -45ഉം എന്താണ്? ഒരു ഇന്റിജർ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഇന്റിജേഴ്സ് ഇറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് ആയാലും ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആയാലും രണ്ടും നെഗറ്റീവ് ആയാലും ഒക്കെ നമുക്ക് എന്താ? റിസൾട്ട് എന്താ കിട്ടുന്നത്? ഒരു ഇന്റിജർ ആണ് കിട്ടുന്നത്. അപ്പൊ രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്കൊരു ഇന്റിജർ ആണ് കിട്ടുന്നത്. സിൻസ് അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് ഗിവ് ഇന്റിജേഴ്സ്, വി സേ ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ, അപ്പൊ ഹോൾ നമ്പേഴ്സിന്റെ പോലെ തന്നെ രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ കുറെ ഇന്റിജേഴ്സ് ആഡ് ചെയ്ത് നോക്കി, എഗെയിൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? റിസൾട്ടും ഒരു ഇന്റിജർ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്കൊരു ഇന്റിജർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ, അപ്പൊ ഫോർ എനി ടു ഇന്റിജേഴ്സ് എ ആൻഡ് ബി, എ പ്ലസ് ബി ഈസ് ആൻ ഇന്റിജർ. അപ്പൊ എയും ബിയും രണ്ട് ഇന്റിജർ ആണെങ്കിൽ എ പ്ലസ് ബിയും ഒരു ഇന്റിജർ ആയിരിക്കും. എയും ബിയും രണ്ട് ഇന്റിജേഴ്സ് ആണെങ്കിൽ ആ രണ്ട് ഇന്റിജേഴ്സും ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് എയും ബിയും ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബിയും എന്തായിരിക്കും? ഒരു ഇന്റിജർ ആയിരിക്കും. അതിന്റെ കുറെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് നോക്കി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഇന്റിജർ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ അണ്ടർ അഡീഷൻ. ക്ലോഷർ അണ്ടർ അഡീഷൻ എന്ന് പറഞ്ഞാല് ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്. രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്കൊരു ഇന്റിജർ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ.